എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അങ്ങനെ പെരുന്നാൾ വരവായി. ഒരുമയുടെയും സന്തോഷത്തിന്റെയും അതുപോലെ തന്നെ രുചികരമായ ഭക്ഷണങ്ങളുടെ ഒരു ആഘോഷവേള കൂടിയാണിത്. അപ്പൊ നമ്മളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ആഘോഷിക്കാൻ ഒരു അടിപൊളി ഡെസേർട്ടാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. വളരെ എളുപ്പവും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. മാജിക് ഇൻഗ്രീഡിയന്റ് ആയ നെസ്ലെ മിൽക്ക് മെയ്ഡ് കൊണ്ടാണ് ഇത് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി നമുക്ക് 2 ടേബിൾ സ്പൂൺ വീതം ബദാമും കാഷ്നട്ടും പിസ്തയും പിന്നെ 5-6 ഈത്തപ്പഴവും 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും വേണം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ സിന്നമൺ പൗഡറും 2 ടേബിൾ സ്പൂൺ ബട്ടറും പിന്നെ ബ്രെഡ് സ്ലൈസസ് നമുക്ക് ആവശ്യത്തിന് എടുക്കുക. മിൽക്ക് മെയ്ഡും വേണം. അപ്പം ഇത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പം ഇടികല്ലിലോ അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാകും. വല്ലാതെ അങ്ങ് പൊടിച്ചു പോണ്ട. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു അളവിൽ നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പം ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റിയ ശേഷം ബാക്കിയിരിക്കുന്ന കാഷ്നട്ടും പിസ്തയും കൂടി നമുക്ക് ഒരുമിച്ചിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പം പിസ്ത മാത്രമായിട്ട് ഇടുമ്പോൾ വല്ലാതെ അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് രണ്ടും കൂടി ഒരുമിച്ചിട്ട് ഞാനിപ്പോൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു രീതിക്ക് വേണം നമ്മളിത് പൊടിച്ചെടുക്കാനുള്ളത്. അപ്പം ഇതും കൂടി നമുക്ക് മാറ്റിയ ശേഷം ഇനിയിപ്പം ഈ ഡേറ്റ്സ് കുരു കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ഡേറ്റ്സ് എടുക്കുമ്പം വല്ലാതെ ഡ്രൈ ആയിട്ടുള്ള ഇത് എടുക്കരുത്. കുറച്ച് ഇതുപോലെയുള്ള ഡേറ്റ്സ് വേണം എടുക്കാനുള്ളത്. അപ്പം അത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം കട്ട് ചെയ്തത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് സ്ലൈസസ് എടുത്ത ശേഷം ഇതിൻ്റെ അരികൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ ഈ അരിക് കട്ട് ചെയ്യുന്നത് കളയൊന്നും ചെയ്യണ്ട. നമുക്ക് ഇനിയിപ്പോൾ എക്സസ് ആയിട്ടും കുറച്ച് ബ്രെഡ് കിട്ടും. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഈ സ്ലൈസ് ചെയ്ത ബ്രെഡിനെ ഓരോന്നെടുത്തിട്ട് ഒന്ന് റോളർ കൊണ്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കൊരു ട്രയാങ്കിൾ കട്ടർ ഉപയോഗിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ മിനി കട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം ഇതാവുമ്പോഴേക്ക് നല്ല കാഴ്ചയ്ക്ക് നല്ലതാണ്, കഴിക്കാനും നല്ല ഈസി ആയിരിക്കും. ഇനി നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കരിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മളിത് ഇളക്കിയെടുക്കാൻ. അപ്പം ബട്ടറും നട്ട്സും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരണം. ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് കുറച്ച് വെച്ചേക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റാണ് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുന്നത്. ഡേറ്റ്സും ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് നെസ്ലെ മിൽക്ക് മെയ്ഡാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ഈ നെസ്ലെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ക്രീമി ടെക്സ്ചറും നല്ല ടേസ്റ്റിയും ആയിരിക്കും ഇത് ചേർക്കുമ്പോഴേക്ക്. എല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഡേറ്റ്സിൻ്റെ കളറാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ കണ്ട നല്ല അടിപൊളിയായിട്ട് നമ്മളുടെ ഫില്ലിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇത് തണുക്കാനായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന സിന്നമൺ പൗഡർ ഇട്ട ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് സിന്നമൺ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഇളക്കിയെടുത്ത ശേഷം ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടി കൊടുക്കണം. കാരണം നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു ട്രയാങ്കിളിന് ഉള്ളിൽ വയ്ക്കാൻ പാകത്തിന് വേണം നമ്മൾ ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ വലിയ സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഫില്ലിങ് തയ്യാറാക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡ് എടുത്തിട്ട് മൈദ മാവ് കുറച്ച് വെള്ളത്തിൽ കലക്കിയതാണ്, അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഈ ഓരോ റോളും വെച്ച ശേഷം മറ്റൊരു ബ്രെഡ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് അതിൻ്റെ എഡ്ജ് വിരൽ കൊണ്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. നമ്മളുടെ ട്രയാങ്കിൾ ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി സ്വീറ്റാണ്. അപ്പം ഇതാ കണ്ട എല്ലാം നമുക്ക് ഈ ഒരു രീതിക്ക് തന്നെ ഫില്ല് ചെയ്തെടുക്കാം. കണ്ട എളുപ്പമല്ലേ ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അങ്ങനെ ഞാനിവിടെ എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്താം. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ നമ്മൾ ഓരോന്നും ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഓയിൽ ഇവിടെ ചൂടായപ്പോഴേക്ക് ഞാൻ ഓരോ ബ്രെഡും ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്.
ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഒരു ഗോൾഡൻ കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ തീ പതുക്കെ ഒന്ന് കുറച്ച് കൊടുത്തേക്കണം, അല്ലെങ്കിൽ ഇത് കരിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഫ്രൈ ആയതെല്ലാം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ബാക്കിയിരിക്കുന്ന ബ്രെഡെല്ലാം ഇതുപോലെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും നമുക്ക് വളരെ എളുപ്പമല്ലേ. ഇനി നമുക്ക് ഈ ഓരോ ബ്രെഡും നമ്മൾ സെർവ് ചെയ്യേണ്ട പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്ത ശേഷം മിൽക്ക് മെയ്ഡ് ഇതിന് മീതെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് നട്ട്സ്, ഞാനിവിടെ പിസ്തയാണ് ഇട്ടിരിക്കുന്നത്, പിസ്ത ഇതിന് മീതെ ഇട്ട് കൊടുക്കുമ്പം അടിപൊളി ടേസ്റ്റാണ്. ഇത് നമുക്ക് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ നമ്മുടെ ഈദ് സ്പെഷ്യൽ മിനി ഡിലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി സ്വീറ്റാണിത്. നെസ്ലെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നല്ല ക്രീമിയും ടേസ്റ്റിയുമാണ്. അപ്പൊ ഇവരുടെ വെബ്സൈറ്റ് ആയ www.milkmaid.in ചെന്ന് കഴിഞ്ഞാൽ വിവിധ തരം 100-ൽ പരം റെസിപ്പീസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ.